إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ പ്രിയം നിറഞ്ഞ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയെല്ലാം മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ആയുഷ്കാലം മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങൾ മുഴുവൻ ആസ്വദിച്ചുകൊണ്ട് അവനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണല്ലോ നാം ഓരോരുത്തരും. പ്രപഞ്ചമെന്ന മഹാ അത്ഭുതം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം ഭംഗിയായി അതിസുന്ദരമായി മനുഷ്യർക്ക് വേണ്ടി സംവിധാനിക്കുകയും അത് മനുഷ്യർക്ക് അത് മുഴുവൻ ആസ്വദിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകുകയും ചെയ്തു. എന്നാൽ ഈ അനുഗ്രഹങ്ങളൊന്നും ശാശ്വതമല്ലല്ലോ, എല്ലാത്തിനും ഒരു അവസാനമുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുല്ലദീ റഫഅസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ, നിങ്ങൾ കാണുന്നതായിട്ടുള്ള ഒരു തൂണുകളുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെ ഉയർത്തിവെച്ചു. സുമ്മസ്തവ അലൽ അർശി, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അർശിൽ ഉപവിഷ്ടനാവുകയാണ്. വസഖറ ശംസ വൽ ഖമർ, അങ്ങനെ ചന്ദ്രനും സൂര്യനുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അധീനപ്പെടുത്തുകയും പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കുല്ലു യജ്രി ഇലാ അജലിൻ മുസമ്മ, എല്ലാം നിർണയിക്കപ്പെട്ട ഒരു കാലാവധി വരെ മാത്രമേ എല്ലാം സഞ്ചരിക്കുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നുണ്ട്. അതെ, എല്ലാം പടച്ചത് ഒരു അവധി വരെ മാത്രമാണ്. ആ അവധി കഴിഞ്ഞാൽ യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദി വസ്സമാവാത്, അന്ന് എല്ലാം അവസാനിക്കും. അന്ന് ഭൂമിയും ആകാശവുമെല്ലാം മറ്റൊന്നായി സൃഷ്ടിക്കപ്പെടുകയാണ്. പിന്നീട് അവിടുന്ന് അല്ലാഹു അല്ലാത്ത ഭൂമുഖത്തുള്ള എല്ലാം നശിക്കുക തന്നെ ചെയ്യും. അവിടുന്ന് ഖിയാമത്ത് നാൾ തുടങ്ങുകയാണ്. അതെ, പിന്നീട് അവിടുന്ന് നന്മകളില്ല, പിന്നീട് ആരാധനകളില്ല, തൗബകളില്ല, തിന്മകളില്ല, പിന്നീട് വിചാരണ മാത്രമാണ്. ആര് സ്വർഗത്തിൽ പോകണമെന്നും ആര് നരകത്തിൽ പോകണമെന്നുമുള്ള തീരുമാനങ്ങൾ മാത്രമാണ് അവിടുന്നുള്ളത്. ആ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന് മുമ്പായി നിരവധി
ഭയാനകരമായ സംഭവങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. അതെ, മനുഷ്യരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് നിയോഗിക്കുന്നതിനൊപ്പം തന്നെ അള്ളാഹു നിരവധി ഫിത്നകളും ഈ ഭൂമിയിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാമയുടെ സൃഷ്ടിപ്പിൻ്റെ തുടക്കം മുതൽ തന്നെ ഇബ്ലീസ് എന്ന ഫിത്ന അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട്. പിന്നീട് ഓരോ കാലഘട്ടത്തിലും ഓരോരോ ഫിത്നകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്നുണ്ട്. ശിർക്ക്, അതുപോലെ മറ്റുള്ള തിന്മകൾ തുടങ്ങി നിരവധി ഫിത്നകൾ ഈ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അവസാന കാലഘട്ടമാകുമ്പോൾ, ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ഫിത്നകൾ വളരെയധികം വർദ്ധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അതെ, ഈ ലോകത്തിലെ വ്യവസ്ഥ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. മനുഷ്യരെല്ലാം ഫിത്നകൾക്കിടയിലൂടെ ജീവിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചിട്ടുള്ളത്. എന്നാൽ ഫിത്നയുടെ കാലഘട്ടം വരാനുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ബാദിറൂ ബിൽ അഅ്മാലി ഫിത്നൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം. നിങ്ങൾ ഫിത്നയുടെ കാലഘട്ടം ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങളുടെ കർമ്മങ്ങളുമായി നിങ്ങൾ മുന്നേറുക, നിങ്ങൾ കർമ്മനിബിഡരായിക്കൊണ്ടിരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് ശേഷം ആ ഫിത്നയുടെ കാലഘട്ടം എങ്ങനെയായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിക്കുകയാണ്. യുസ്ബിഹുർ റജുലു മുഅ്മിന വയുംസി കാഫിറ. രാവിലെ മുസ്ലിമായിരുന്ന ഒരു വ്യക്തി അവൻ വൈകുന്നേരമാകുമ്പോഴേക്കും ഞാൻ കാഫിറായിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. വയുംസി മുഅ്മിന വയുസ്ബിഹു കാഫിറ. വൈകുന്നേരം മുസ്ലിമായിരുന്ന ഒരു വ്യക്തി അവൻ പകലാകുമ്പോഴേക്കും അവൻ ഞാൻ എക്സ് മുസ്ലിം ആയിരിക്കുന്നു എന്ന് പോസ്റ്റ് ഇട്ടുകൊണ്ട് ഇസ്ലാം ഉപേക്ഷിക്കുകയാണ്. ഇത്തരത്തിൽ ഫിത്നകൾ വളരെയധികം വർദ്ധിച്ചു വരും അവസാന കാലഘട്ടമാകുമ്പോഴെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകുകയാണ്. അങ്ങനെ അത്തരത്തിൽ ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ നിരവധി ഭയാനകരമായ ഫിത്നകൾ നിറഞ്ഞു തുളുമ്പുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ വളരെയധികം ഭയാനകരമായ ഗൗരവമേറിയ ഒരു ഫിത്നയാണ് ഫിത്നത്തുൽ മസീഹുദ് ദജ്ജാൽ. മസീഹുദ് ദജ്ജാൽ എന്ന ഫിത്ന എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മാ ബൈന ഖൽഖി ആദമ ഇലാ ഖിയാമിസ് സഅതി അംറുൻ അക്ബറു മിനദ് ദജ്ജാലി. ആദം നബിയുടെ സൃഷ്ടിപ്പിൻ്റെയും ഖിയാമത്ത് നാളിൻ്റെയും ഇടയിൽ ദജ്ജാലിനേക്കാൾ വലിയൊരു സംഭവം മറ്റൊന്നുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ട്. അതെ, അത്രമേൽ ഗൗരവമുള്ള വളരെയധികം ഭയാനകരമായ ഗൗരവമേറിയ ഒരു ഫിത്ന തന്നെയാണ് മസീഹുദ് ദജ്ജാലിൻ്റെ ഫിത്ന എന്നുള്ളത്. അതിൻ്റെ ഗൗരവത്തെയും അതിൽ നിന്നും ഞാൻ രക്ഷ നേടേണ്ട മാർഗങ്ങളെക്കുറിച്ചുമെല്ലാം ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വാചാലമാകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, മുൻകഴിഞ്ഞ പ്രവാചകന്മാരെല്ലാവരും തന്നെ തൻ്റെ സമൂഹത്തിന് ഈ ഒരു ഫിത്നയിൽ നിന്നും താക്കീത് നൽകിയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഇന്നി ലഉൻദിറുകുമൂഹു. ഞാൻ ഇതാ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. ദജ്ജാലിൽ നിന്നുള്ള ആ ഫിത്നയിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ്. മാ മിൻ നബിയ്യിൻ ഇല്ലാ വഖദ് അൻദറഹു ഖൗമഹു. എല്ലാ പ്രവാചകന്മാരും അവരുടെ സമുദായത്തിന് ഈ ഒരു ഫിത്നയിൽ നിന്നും താക്കീത് നൽകിയിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. തൻ്റെ സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഊദു ബില്ലാഹി മിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. നിങ്ങൾ മസീഹുദ് ദജ്ജാലിൻ്റെ ഫിത്നകളിൽ നിന്നും എപ്പോഴും നിങ്ങൾ അഭയം തേടേണ്ടതുണ്ട്, അള്ളാഹുവിനോട് രക്ഷ ചോദിക്കേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പറയുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അതെ, അത്രമേൽ ഗൗരവമുള്ളതാണ് സഹോദരങ്ങളെ ഫിത്നത്തുൽ മസീഹിദ് ദജ്ജാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലാണ് ദജ്ജാൽ ഇറങ്ങുന്നത് എന്ന് അറിഞ്ഞിട്ടും മുൻകഴിഞ്ഞ പ്രവാചകന്മാർ അവരവരുടെ സമൂഹത്തോട് ഈ ഒരു താക്കീത് നൽകിയിരുന്നുവെങ്കിൽ അത്രമേൽ ഗൗരവമുണ്ട് ഈ ഒരു ഫിത്നയ്ക്ക് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിവസവും 5 നേരം നമസ്കാരത്തിൽ നിന്നും വിരമിക്കുന്നതിന് മുമ്പ് മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും നീ എനിക്ക് രക്ഷ നൽകണമേ എന്ന് 5 നേരം എല്ലാ ദിവസവും ചൊല്ലുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും ഈ ഒരു ഫിത്നയുടെ ഗാംഭീര്യത്തെ അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഫിത്നയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ആരാണ് മസീഹുദ് ദജ്ജാൽ? എന്താണ് അവൻ്റെ കുതന്ത്രങ്ങൾ? എന്താണ് അവൻ്റെ ലക്ഷ്യങ്ങൾ? എങ്ങനെയാണ് അവൻ്റെ ഫിത്നകളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ നമുക്ക് സാധിക്കുക എന്നൊക്കെ നാം പഠന വിധേയമാക്കേണ്ടതുണ്ട്. അൽ മസീഹുദ് ദജ്ജാൽ, അൽ മസീഹുദ് ദലാൽ എന്നീ നാമങ്ങളിൽ അറിയപ്പെടുന്ന ഭൂമിയിലൊന്നാകെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന അവസാന കാലഘട്ടത്തിൽ ചെങ്ങലുകളിൽ നിന്നും ഊരിക്കൊണ്ട് രക്ഷ നേടിക്കൊണ്ട് ഭൂമിയിലേക്ക് ആകെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനാണ് മസീഹുദ് ദജ്ജാൽ എന്നുള്ളത്. ദജ്ജാൽ എന്ന വാക്കിന് അറബി പണ്ഡിതന്മാർ നൽകിയ അർത്ഥമെന്നുള്ളത് പെരുങ്കള്ളൻ എന്നുള്ളതാണ്. അതെ, ഞാനാണ് അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയിൽ എല്ലാ ആളുകളെയും വഴിപിഴപ്പിക്കുവാൻ വേണ്ടി
ക്ഷമിക്കുന്ന അവൻ ഏറ്റവും വലിയ കള്ളം തന്നെയാണ് അവിടെ പറയുന്നത്. അത്തരത്തിലാണ് മസീഹുദ് ദജ്ജാൽ എന്ന നാമം ലഭിക്കപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ മസീഹ് എന്ന പേര് അർത്ഥമാക്കുന്നത് ഭൂമിയിൽ എല്ലാ സ്ഥലങ്ങളിലും അവൻ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും, എല്ലാ സ്ഥലങ്ങളിലും അവൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഹദീസുകളിൽ കാണാം, മക്കയും മദീനയും ഒഴിച്ചുള്ള എല്ലാ സ്ഥലങ്ങളിലും ആ ദജ്ജാലിൻ്റെ കുഴപ്പങ്ങൾ ഉണ്ടായിത്തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ആ ദുഷിച്ച ദജ്ജാലിൻ്റെ വിശേഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ വളരെ വിശദമായി നമുക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട്. അവൻ ആദം സന്തതികളിൽപ്പെട്ടവനാണെന്നും ലാ യൂലദു ലഹു, അവന് സന്താനങ്ങൾ ഉണ്ടാകുകയില്ല, അത്തരത്തിലുള്ള ആദം സന്തതികളിൽപ്പെട്ട ഒരു സൃഷ്ടിയാണ് ദജ്ജാൽ എന്നും, അതുപോലെ തന്നെ അഅ്വറുൽ ഐനിൽ യുംന, അവൻ്റെ വലതുഭാഗത്തുള്ള കണ്ണ്, ആ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടവനും, എന്നാൽ ഇടതുഭാഗത്തുള്ള കണ്ണ് മുന്തിരി തുറിച്ചു നിൽക്കുന്നത് പോലെയുള്ള അത്തരം ഒരു പ്രശ്നമുള്ള കണ്ണാണ് അവൻ്റെ ഇടതുഭാഗത്തുള്ള കണ്ണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. അവൻ ചുവപ്പും വെളുപ്പും നിറത്തിലുള്ള ഒരു മനുഷ്യനാണെന്നും, അതുപോലെ അവൻ്റെ ഇരു കണ്ണുകൾക്കും ഇടയിൽ കാഫിർ എന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്നും, ആ കാഫിർ എന്നുള്ള വാക്ക് വായിക്കാൻ അറിയുന്നതും അറിയാത്തതുമായ എല്ലാ മുഅ്മിനീങ്ങൾക്കും അത് വായിച്ചെടുക്കുവാൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാഫിറിനും അത് വായിച്ചെടുക്കുവാൻ സാധിക്കുകയുമില്ലതാനും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവൻ ദജ്ജാൽ എന്നുള്ള മനുഷ്യൻ അവൻ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ബഹ്റുൽ മശ്രിഖ് അതല്ലെങ്കിൽ ബഹ്റുൽ യമൻ എന്നീ സ്ഥലങ്ങളിൽ ഇപ്പോഴും ചങ്ങലയിൽ ബന്ധനിസ്ഥനായിക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ദജ്ജാൽ എന്നുള്ളത്. അവൻ ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു നൽകുന്നുണ്ട്. ഒരിക്കൽ നമസ്കാര ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബത്തിനോട് അവിടുന്ന് എണീറ്റ് പോകരുതെന്നും അവിടെ തന്നെ നിൽക്കണം, എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുവാനുണ്ട് എന്ന് അവർ തൻ്റെ സഹാബത്തിനോട് പറയുകയാണ്. അങ്ങനെ നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ വിളിച്ചു കൂട്ടിയത് തമീമുദ്ദാരി എന്ന ഒരു സ്വഹാബി, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു, പിന്നീട് മുസ്ലിമായി വന്ന ആ സ്വഹാബി, അദ്ദേഹം എന്നോട് ചില സംഭവങ്ങൾ എനിക്ക് വിവരിച്ചു തന്നു, അത് എനിക്ക് വഹിയായി ലഭിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വിശദീകരിച്ച് നൽകുവാനാണ് ഞാൻ നിങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. തുടർന്ന് ആ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം 30 ആളുകൾ അടങ്ങുന്ന ഒരു സംഘവുമായി കപ്പൽ യാത്ര നടത്തുകയാണ്. അങ്ങനെ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ശക്തമായൊരു കടൽക്ഷോഭം അവിടെ ഉണ്ടാവുകയും അപ്പോൾ അവർ ആ കടലിനെ ഒരു ദ്വീപിലേക്ക് അവർ അടുപ്പിക്കുകയാണ്. അങ്ങനെ ആ ദ്വീപിൽ അവർ ഇറങ്ങി അന്ന് മഗ്‌രിബ് വരെ അവിടെ നിൽക്കാമെന്ന് അവർ തീരുമാനിച്ചപ്പോൾ അവരുടെ മുമ്പിലേക്ക് ഒരു ജീവി പ്രത്യക്ഷപ്പെടുകയാണ്. ആ ജീവി രോമം കൊണ്ട് നിറഞ്ഞ ആ ജീവിയുടെ ശരീരം മുഴുവൻ രോമം കൊണ്ട് നിറഞ്ഞതായിരുന്നു. അതിൻ്റെ മുൻഭാഗം ഏതാണ് പിൻഭാഗം ഏതാണ് എന്ന് പോലും മനസ്സിലാകാത്ത രൂപത്തിൽ രോമങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ആ ജീവിയെ അവർ കണ്ടപ്പോൾ മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ആ ജീവിയോട് ചോദിക്കുന്നുണ്ട്, മാ അൻതി, നീ ഏത് തരത്തിലുള്ള ജീവിയാണ്, നീ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ജീവി കൊടുത്ത മറുപടി അന ജസ്സാസത്തുൻ, ഞാൻ ജസ്സാസയാണ് എന്നുള്ളതാണ്. അപ്പോൾ തമീമുദ്ദാരി തിരിച്ചു ചോദിക്കുന്നു, മാ ജസ്സാസ, എന്താണ് ഈ ജസ്സാസ എന്ന് ചോദിച്ചപ്പോൾ ആ ജീവി കൊടുത്ത മറുപടി, അയ്യുഹൽ ഖൗം, അല്ലയോ സമൂഹമേ, ഇൻതലിഖൂ ഇലദ്ദൈർ, നിങ്ങൾ അവിടെ ഒരു പൊളിഞ്ഞ ഒരു വീടുണ്ട്, ആ വീട്ടിലേക്ക് നിങ്ങൾ പോകുക, ഫഇന്നഹു ഇലാ ഖബരികും ബിൽ അശ്വാഖ്, അവിടെ ഒരു വ്യക്തി നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവിടേക്ക് പോവുക എന്ന് പറഞ്ഞപ്പോൾ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു തൻ്റെ സംഘവുമായി ആ പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിലേക്ക് അവർ ഭയത്തോടുകൂടി പോവുകയാണ്. അങ്ങനെ ആ വീട്ടിലേക്ക് കയറിയപ്പോൾ ഫഇദാ ഫീഹി അഅ്ളമു ഇൻസാനൻ റഅയ്നാ ഖത്തു ഖൽഖൻ, ഇതുവരെ അവർ കണ്ടിട്ടില്ലാത്ത അത്രയും ഭയാനകരമായ ഒരു മനുഷ്യനെ അവർ അവിടെ കാണുകയാണ്. വഅശദ്ദുഹു വിസാഖ, അവൻ്റെ ചെങ്ങലകൾ കൊണ്ട് വളരെയധികം ശക്തമായി അവനെ ബന്ധനസ്ഥനാക്കിയിട്ടുണ്ട്. മജ്മൂഅത്തുൻ യദാഹു ഇലാ ഉനുഖിഹി, അവൻ്റെ ഇരു കൈകളും അവൻ്റെ പിരടിയിലേക്ക് കെട്ടിവെക്കപ്പെട്ട അവസ്ഥയിലാണ് അവൻ ആ വീട്ടിലുള്ളത്. അതുപോലെ മാബൈന റുക്ബതൈഹി ഇലൽ കഅബൈനി ബിൽ ഹദീദ്, അവൻ്റെ മുട്ടുകാൽ മുതൽ അവൻ്റെ നെരിയാണി വരെ ഇരുമ്പ് കൊണ്ടുള്ള ചങ്ങലകൾ കൊണ്ട് ബന്ധനസ്ഥനാക്കിയിട്ടുണ്ട് എന്നിങ്ങനെ ആ ദജ്ജാലിനെ കുറിച്ച് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. അങ്ങനെ ആ മനുഷ്യൻ അവരോട് പറയുകയാണ്, ഇന്നി മുഖ്ബിറുക്കും അന്നി അനൽ മസീഹ്, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരികയാണ്, ഞാനാകുന്നു മസീഹുദ് ദജ്ജാൽ, വ ഇന്നി ഊഷികു അൻ യുഅ്ദന ലീ ഫിൽ ഖുറൂജ്, എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എനിക്ക് അനുവാദം ലഭിക്കും, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പുറത്ത് കടക്കുക തന്നെ ചെയ്യുമെന്ന് ആ ദജ്ജാൽ ആ സംഘത്തോട് പറയുകയാണ്. സഹോദരങ്ങളെ, അതെ, ഒരു നാൾ അവന് അനുവാദം നൽകപ്പെടും. അവൻ ആ ബന്ധനസ്ഥനാക്കിയ അവൻ ആ ചെങ്ങലകൾ പൊട്ടിച്ചുകൊണ്ട് അവിടുന്ന് പുറത്തേക്ക് കടക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ അനുവാദം ലഭിക്കുവാൻ കാത്തിരിക്കുകയാണ്. ഇന്ന് ഇറാനിൽ സ്ഥിതി ചെയ്യുന്ന ഖുറാസാനിലാണ് അവൻ്റെ പുറപ്പാടുണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുന്നത് കാണാം.
അന്ന ദജ്ജാല യഖ്റുജു മിൻ അർദിൻ ബിൽ മശ്രിഖി യുഖാലു ലഹാ ഖുറാസാൻ. ഖുറാസാൻ എന്ന പ്രദേശത്ത് നിന്നാണ് ദജ്ജാലിൻ്റെ പുറപ്പാട് ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്നുണ്ട്. അവിടെ നിന്ന് അവൻ മദീന ലക്ഷ്യം വെച്ച് അവിടെ നിന്ന് യാത്ര ചെയ്യുകയാണ്. മദീനയെ തകർക്കാൻ വേണ്ടി മദീനയിലേക്ക് പോകുമ്പോൾ അവൻക്ക് മദീനയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. ലാ യദ്ഖുലുൽ മദീനത റുഅബൽ മസീഹിദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിൻ്റെ ഭയം അത് മദീനയിൽ കടക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ലഹാ യൗമഇദിൻ സബ്അത്തു അബ്വാബ്, അന്ന് മദീനയിൽ 7 വാതിലുകൾ ഉണ്ടാകും. അലാ കുല്ലി ബാബിൻ മലക്കാനി, ഓരോ വാതിലുകളിലും രണ്ട് മലക്കുകൾ വീതം ഉണ്ടായിരിക്കും. അവർ അവനെ അവിടേക്ക് പ്രവേശിക്കുവാൻ സമ്മതിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തുടർന്ന് മദീനയിൽ ശക്തമായ 3 ഭൂകമ്പങ്ങൾ ഉണ്ടായിത്തീരുന്നതാണ്. ആ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നതോടുകൂടി മദീനയിലുള്ള എല്ലാ മുനാഫിക്കുകളും എല്ലാ കാഫിറുകളും അവിടെ നിന്ന് പുറത്താക്കപ്പെടുമെന്നാണ് ഹദീസുകൾ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അങ്ങനെ അവൻ ആ മദീനയിൽ കയറാൻ കഴിയാത്ത ദജ്ജാൽ അവൻ ബാക്കി സ്ഥലങ്ങളിലെല്ലാം പോയി കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ബാക്കി സ്ഥലങ്ങളിൽ, ഭൂമിയിലെ എല്ലാ സ്ഥലങ്ങളിലും, മക്കയും മദീനയും വെച്ചുള്ള എല്ലാ സ്ഥലങ്ങളിലും 40 ദിവസത്തോളം അവൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അവിടെ എല്ലാം അവൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കും, നിരവധി ആളുകളെ വഴിപിഴപ്പിച്ചു കൊണ്ടിരിക്കും. 40 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ആ 40 ദിവസങ്ങളിലെ ഒന്നാമത്തെ ദിവസം 40 വർഷത്തോളം ദൈർഘ്യമുണ്ട് എന്നാണ് ഹദീസുകൾ പറയുന്നത്. രണ്ടാമത്തെ ദിവസം 1 മാസത്തോളം ദൈർഘ്യമുണ്ടാകും. മൂന്നാമത്തെ ദിവസമാകട്ടെ 1 ആഴ്ചയോളം ദൈർഘ്യമുണ്ടാകും. ബാക്കി ദിവസങ്ങളെല്ലാം സാധാരണ ദിവസങ്ങൾ പോലെ ആയിരിക്കും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഫയഅതി അലാ ഖൗമിൻ ഫയദഉഹും ഫയുമിനൂന ബിഹി ഫയസ്തജീബൂന ലഹു, അങ്ങനെ അദ്ദേഹം ഓരോ സമുദായത്തിൻ്റെ അടുക്കൽ പോകുമ്പോഴും പൈശാചികമായ പല അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് അവനെ വിശ്വസിക്കുവാൻ, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ് എന്നിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ വിശ്വസിക്കുവാൻ ആഹ്വാനം ചെയ്യുകയും അങ്ങനെ നിരവധി ആളുകൾ അവൻ്റെ വലയിൽ ഉൾപ്പെട്ടുകൊണ്ട് അവൻ്റെ പിന്നാലെ അവനിൽ വിശ്വസിച്ചുകൊണ്ട് തൻ്റെ ദീൻ ഒഴിവാക്കി അവനെ പിൻപറ്റുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നാൽ ഒരു സമൂഹം ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ലഭിച്ച ചുരുക്കം ചില ആളുകൾ, അവർ ദജ്ജാലിനെ കൃത്യമായി മനസ്സിലാക്കുകയും ആ ദജ്ജാലിനെ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യും. എന്നാൽ അങ്ങനെ ആ ദജ്ജാലിനെ വിശ്വസിക്കാത്ത ഒരാളുടെ അടുക്കൽ ദജ്ജാലിൻ്റെ സൈന്യം വന്നെത്തുകയാണ്. അങ്ങനെ അവർ പറയും, അവമാ തുഅ്മിനു ബിറബ്ബിന, നീ ഞങ്ങളുടെ രക്ഷിതാവായ ദജ്ജാലിൽ നീ വിശ്വസിക്കുന്നില്ലയോ എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയും, അവൻ ഉറച്ച ഈമാനോടുകൂടി പറയും, ഇല്ല, ഞാൻ വിശ്വസിക്കുകയില്ല. എനിക്കെൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്, ഇവൻ കള്ളനാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇവനിൽ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ ദജ്ജാലിൻ്റെ അടുക്കലേക്ക് ആ സൈന്യം ദജ്ജാലിൻ്റെ അടുക്കലേക്ക് ആ മനുഷ്യനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ദജ്ജാലിനെ കാണുന്ന സമയത്ത് ആ മനുഷ്യൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, ജനങ്ങളെ, ഇതാകുന്നു ദജ്ജാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകിയിട്ടുള്ള ദജ്ജാൽ, അത് ഇവൻ തന്നെയാകുന്നു എന്ന് അവൻ ഉറക്കെ പ്രഖ്യാപിക്കും. അപ്പോൾ ദജ്ജാൽ ആ മനുഷ്യനെ ഇങ്ങോട്ട് വലിച്ചഴിച്ച് കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിക്കുകയും അങ്ങനെ ദജ്ജാലിനെ മുമ്പിൽ നിൽക്കുമ്പോൾ ദജ്ജാൽ ആ മനുഷ്യനോട് ചോദിക്കും, അവമാ തുഅ്മിനു ബി, നീ എന്നിൽ വിശ്വസിക്കുന്നില്ലയോ എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ ഉച്ചസ്ഥൈര്യത്തോടുകൂടി പറയുകയാണ്, ലാ അന്തൽ മസീഹുൽ കദ്ദാബ്, നീ കള്ളനായ മസീഹാണ്, നീ ദൈവമൊന്നുമല്ല എന്ന് ആ മനുഷ്യൻ വളരെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ദജ്ജാൽ ഈർച്ചവാൾ കൊണ്ട് ആ മനുഷ്യൻ്റെ നെറുകയിലൂടെ നേർപകുതിയായി അവനെ മുറിക്കുകയാണ്. അങ്ങനെ 2 കഷ്ണങ്ങളായി തീർന്ന ആ മനുഷ്യൻ്റെ ഇടയിലൂടെ ദജ്ജാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും തുടർന്ന് അവൻ ആ മനുഷ്യനെ പുനർജീവിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇത് കണ്ട ആളുകളെല്ലാം അത്ഭുതപ്പെടും. അപ്പോൾ ആ മനുഷ്യനോട് ദജ്ജാൽ വീണ്ടും ചോദിക്കും, അവമാ തുഅ്മിനു ബി, നീ ഇപ്പോഴും എന്നിൽ വിശ്വസിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ കൊടുക്കുന്ന മറുപടി, ഇല്ല, എനിക്കിപ്പോൾ ഒന്നുകൂടി ഉറപ്പായി, നീ ദജ്ജാൽ തന്നെയാണെന്ന് എനിക്കൊരിക്കൽ കൂടി ഉറപ്പായി എന്ന് ആ മനുഷ്യൻ അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ദജ്ജാൽ തൻ്റെ ഒരു കയ്യിൽ സ്വർഗവും ഒരു കയ്യിൽ നരകവും കാണിച്ചുകൊണ്ട് ആ മനുഷ്യനെ നരകത്തിലേക്ക് ഇടുന്ന ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഥാർത്ഥത്തിൽ അവൻ ചെന്ന് വധിക്കുന്നത് നരകത്തിലല്ല, സ്വർഗത്തിലാണെന്നാണ്. അതുപോലെ ആ മനുഷ്യനെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഇന്നഹു അഅ്ളമുൻ നാസി ഷഹാദതൻ, അവൻ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഷഹീദ് അവനാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി പൈശാചികമായ പല അത്ഭുതങ്ങളും കാണിച്ചുകൊണ്ട് ആളുകളെ വശീകരിച്ചുകൊണ്ട് ആളുകളെ താനാണ് റബ്ബ് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് നിരവധി ആളുകളെ വഴിപിഴപ്പിക്കുവാൻ പിശാച്
ദജ്ജാൽ അവിടുന്ന് ധാരാളം കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ഫിത്നകളിൽ നിന്നും രക്ഷ ലഭിക്കുന്നത് ചുരുക്കം ചില ആളുകൾ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ലഭിച്ച ചുരുക്കം ആളുകൾ മാത്രമാണ് ഈ ഫിത്നയിൽ നിന്നും അകപ്പെടാതെ അതിൽ നിന്നും രക്ഷപ്പെടുന്നത്. അതിൽ ഉറച്ച ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലാഹു ആണെൻ്റെ ദൈവമെന്ന ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്നും പിന്മാറി ആ ഫിത്നയെ അഭിമുഖീകരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ ഈമാൻ ഉറപ്പുള്ളതോടുകൂടി ഏത് ഫിത്നകൾ ഉണ്ടായാലും ഈമാനിൽ അടിപടരാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു ഏകത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവനിൽ അങ്ങനെ തന്നെ മരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുറാസാനിൽ നിന്നും ദജ്ജാൽ പുറപ്പെടുന്നത് ഒരു ധീരനായ രാജാവായിട്ടാണ്. പിന്നീട് അവൻ നുബൂവത്ത് വാദിക്കും, ഞാൻ നബിയാണെന്ന് പറഞ്ഞ് ആളുകളെ വഴിപിഴപ്പിക്കും. പിന്നീട് പല അത്ഭുതങ്ങളും കാണിച്ചുകൊണ്ട് ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് പറഞ്ഞ് ഉലൂഹിയത്ത് അഥവാ ഏകത്വം അവനവിടുന്ന് വാദിക്കും. ഇങ്ങനെ ഈ ഫിത്നയിൽ നിരവധി ആളുകൾ, ജൂതന്മാരും ക്രൈസ്തവരും മുശ്രിക്കീങ്ങളും കാഫിര്യങ്ങളും മുനാഫിക്കുകളും ഇങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ ആ ദജ്ജാലിൻ്റെ പിന്നാലെ പോകുക തന്നെ ചെയ്യും. പല മുസ്ലിമീങ്ങളും തൻ്റെ ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് ആ ദജ്ജാലിനെ പിൻപറ്റുക തന്നെ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകുന്നുണ്ട്. സഹോദരങ്ങളെ, ഒരു പക്ഷേ നമ്മുടെ മരണത്തിന് മുമ്പ് നാം ഈ ഫിത്നയെ അഭിമുഖീകരിക്കേണ്ടി വരും. നാം ഒരിക്കലും ദജ്ജാലിനെ നാം ഒന്നും അഭിമുഖീകരിക്കില്ല എന്ന് പറഞ്ഞ് നിർഭയരാകേണ്ടതില്ല. അതുപോലെ ദജ്ജാലിനെ കണ്ടാൽ അത് നമുക്ക് മനസ്സിലാകും, നമുക്കതിൽ നിന്നും വിട്ടു നിൽക്കുവാൻ സാധിക്കുമെന്ന് ഒരിക്കലും നാം ഒന്നും സമാധാനം അടയേണ്ടതില്ല. പിശാചിൻ്റെ കളി എന്തായാലും അവിടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പുള്ള ബോധ്യം നമുക്കെപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫിത്നകളിൽ നിന്ന്, മസീഹു ദജ്ജാലിൻ്റെ ഈ ഫിത്നകളിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ ഖുർആനും അതുപോലെ ഹദീസും നിരവധി മാർഗങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്നാമതായിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിച്ചു, നിങ്ങൾ ഈമാനിനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ഈമാൻ അത് എപ്പോഴും നാം ശാക്തീകരിച്ചു കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യൗമ യഅതി ബഅദു ആയാതി റബ്ബിക്, നിന്റെ രക്ഷിതാവിൻ്റെ ചില ദൃഷ്ടാന്തങ്ങൾ വരുന്നൊരു ദിനമുണ്ട്. ആ ദിനത്തിൽ ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബൽ, മുമ്പ് വിശ്വസിച്ചിരുന്ന ഈമാൻ അല്ലാതെ ഒരു ഈമാനും ആ ദിവസത്തിൽ ഉപകരിക്കുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈമാനിനെ ഉറപ്പിക്കുവാനും അത് ശാക്തീകരിക്കുവാനും നമുക്കെല്ലാം സാധിക്കേണ്ടതുണ്ട്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്, നമസ്കാരത്തിൽ നിന്നും വിട പറയുന്നതിന് മുമ്പ്, അതിന് തൊട്ടു മുമ്പ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാതി വമിൻ ശർരി ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ എന്ന പ്രാർത്ഥന അത് നിരന്തരമാക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചു. അത്തരത്തിൽ നമസ്കാരത്തിലും അല്ലാതെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എപ്പോഴും രക്ഷ ചോദിക്കുവാൻ നാം എല്ലാം തയ്യാറാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യ 10 ആയത്തുകൾ അതല്ലെങ്കിൽ അവസാനത്തെ 10 ആയത്തുകൾ അത് ഹൃദ്യസ്ഥമാക്കുകയും മനസ്സിലാക്കുകയും അത്തരത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മൻ ഹഫിള അശ്റ ആയാത്തിൻ മിൻ അവ്വലി സൂറത്തിൽ കഹ്ഫി ഉസിമ മിനദ് ദജ്ജാൽ, ആരെങ്കിലും കഹ്ഫിൻ്റെ ആദ്യത്തെ 10 ആയത്തുകൾ അത് ഹിഫ്ലാക്കുന്ന പക്ഷം, അത് ഹൃദ്യസ്ഥമാക്കുന്ന പക്ഷം അവനെ ദജ്ജാലിൽ നിന്നും സംരക്ഷണം ലഭിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട്. മറ്റൊരു റിവായത്തിൽ മിൻ ആഖിരിൽ കഹ്ഫി, കഹ്ഫിൻ്റെ അവസാനത്തെ 10 ആയത്ത് എന്നും മറ്റൊരു റിവായത്തിൽ കാണാം. അതുകൊണ്ട് അത്തരത്തിൽ എല്ലാ ഫിത്നകളിൽ നിന്നും വിട്ടു നിൽക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന മാർഗത്തിലൂടെ ഫിത്നകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഉറപ്പുള്ള ഈമാനോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചും രക്ഷ ചോദിച്ചും നമസ്കാരങ്ങൾ നിർവഹിച്ചും അതുപോലെ എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ടും മുത്തഖീങ്ങളായി നിലകൊള്ളുവാൻ നാം എല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ ഫിത്നകളിൽ നിന്നും നമ്മെ എല്ലാം സംരക്ഷിക്കുമാറാകട്ടെ.
നമ്മളിൽ നിന്നും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന നിരവധി വിശ്വാസിനികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ക്ഷമയും സ്ഥൈര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരിച്ചുപോയ നിരവധി സത്യവിശ്വാസി സുഹൃത്തുക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടങ്ങൾ വിശാലമാക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങളിൽ വെളിച്ചം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.